ഹലോ ഗായ്സ്, ഞാൻ റീസെൻ്റ്ലി എൻ്റെ നെയിമിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റിയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടിൽ എനിക്ക് ജസ്റ്റ് ഗിവൺ നെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദർ വർ നോ സർനെയിം. സോ ഞാനത് റീസെൻ്റ്ലി സർനെയിം ആഡ് ചെയ്തായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ടിൽ. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ UK ഡ്രൈവിംഗ് ലൈസൻസിൽ എങ്ങനെ നെയിം ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് D1 ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ഫോം നമുക്ക് മിക്കവാറും എല്ലാ പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലാക്ക് ഇങ്കിൽ വേണം ഈ ഫോം ഫില്ല് ചെയ്യാനെന്ന് ഇതിനകത്ത് സ്പെഷ്യലി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫോം ഫില്ല് ചെയ്യാനായി ആദ്യമായി ഈ വാട്ട് ആർ യു അപ്ലൈയിങ് ഫോർ എന്നുള്ള ആ പോർഷൻ നമുക്ക് ക്രോസ് ഔട്ട് ചെയ്യണം. ഞാൻ എൻ്റെ അഡ്രസ് ചേഞ്ചും നെയിം ചേഞ്ചും എല്ലാം ഒരുമിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ 2 കോളമും ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യുവർ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അതിൽ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എഴുതുക, പിന്നെ നമ്മുടെ ടൈറ്റിൽ, പിന്നെ നമ്മുടെ ചേഞ്ച് ചെയ്ത നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫുൾ കറൻറ്റ് അഡ്രസ്സ്, നമ്മുടെ ലൈസൻസിൽ നമുക്ക് എങ്ങനെയാണ് അഡ്രസ്സ് വേണ്ടത് ആ അഡ്രസ്സ് അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ്സ് നമുക്കത് ഓപ്ഷനിലാണ്. പിന്നെ പ്രീവിയസ് ഡീറ്റെയിൽസ്, ഞാൻ അഡ്രസ്സും നെയിമും ചേഞ്ച് ചെയ്തുകൊണ്ട് എൻ്റെ പ്രീവിയസ് അഡ്രസ്സും പ്രീവിയസ് നെയിമും ഞാൻ അവിടെ മെൻഷൻ ചെയ്തു. പിന്നെ കൺട്രി യു ആർ ബോൺ ഇൻ ആൻഡ് ഇഫ് യു ഹാവ് ലീവ്ഡ് ഇൻ അനദർ കൺട്രി ഇൻ ദ ലാസ്റ്റ് 12 months പ്ലീസ് ടെൽ അസ് വിച്ച്. എൻ്റെ കേസിൽ അത് നോ ആണ്. പിന്നെ സെക്ഷൻ 5 ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അതവർ 2 പാർട്ടായിട്ടാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പ്രൂവിങ് യുവർ ഐഡൻറ്റിറ്റി ഡിജിറ്റലി. അവിടെ നമുക്ക് വാലിഡ് UK പാസ്പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ റീസെൻറ്റ് ഷെയർ കോഡ് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ പാർട്ട് ബിയിൽ ഡോക്യുമെൻറ്റ്സ് എൻക്ലോസ് ടു പ്രൂവ് യുവർ ഐഡൻറ്റിറ്റി. അവിടെ ഞാൻ എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടാണ് വെച്ചത്. അതിൻ്റെ താഴെ അതിൻ്റെ സീരിയൽ നമ്പറും എഴുതി. പിന്നെ ഡോക്യുമെൻറ്റ്സ് എൻക്ലോസ് ടു വെരിഫൈ എ ചേഞ്ച് ഓഫ് നെയിം ആണ് ചോദിക്കുന്നത്. അവിടെ ഏതാ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ്, ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ്, സിവിൽ പാർട്ട്ണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡീഡ് പോൾ, ഇതിലേതെങ്കിലും വെക്കാം. എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ സർനെയിം ഒന്നും സെപ്പറേറ്റ്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഡീഡ് പോൾ എടുക്കുകയാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ഡീഡ് പോൾ. ഈ ഡീഡ് പോൾ ഞാൻ എടുത്തത് UK ഡീഡ് പോൾ ഓഫീസ് എന്ന ഒരു സൈറ്റിൽ നിന്നാണ്. ഞാൻ അപ്ലൈ ചെയ്ത് വിത്തിൻ 2 days എനിക്ക് ഇത് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ഒരു 85 pound എന്തോ ആണ് ഒരു 9 കോപ്പീസിന് ഞാൻ പേ ചെയ്തതെന്ന് തോന്നുന്നു. അതുപോലെ നമ്മളിത് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ ഇതിൽ ഈ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഇടണം. അതുപോലെ നമ്മുടെ സിഗ്നേച്ചർ, പിന്നെ നമുക്കൊരു 2 witnesses വേണം. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരും ആകരുത്. വിറ്റ്നസിൻ്റെ ഫുൾ നെയിം, സിഗ്നേച്ചർ, അഡ്രസ്സ്, ഒക്യുപ്പേഷന് ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് പോസ്റ്റ് ചെയ്യാവൂ. പിന്നെ ഈ സെക്ഷൻ 5ൽ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ ഡീഡ് പോളിൻ്റെ റെഫറൻസ് നമ്പറും നമ്മൾ മെൻഷൻ ചെയ്യണം. ഫൈനലി സെക്ഷൻ 7 യുവർ ഡിക്ലറേഷൻ. അതിൽ നമ്മൾ ഡേറ്റും നമ്മുടെ സിഗ്നേച്ചറും ഇടാൻ മറക്കരുത്. പിന്നെ ഞാനിങ്ങനെ ഒരു ഔട്ട്ലൈൻ ലെറ്ററോട് എൻക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ DVLലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തത്. കംപ്ലീറ്റഡ് D1 ആപ്ലിക്കേഷൻ ഫോം, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഡീഡ് പോൾ ആൻഡ് ഓൺലൈൻ ലെറ്റർ. ഞാൻ ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 4 to 5 weeksനുള്ളിൽ അവർ എനിക്ക് എൻ്റെ ന്യൂ ലൈസൻസും എൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എനിക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.